പ്രിയപ്പെട്ടവരെ, ഞാൻ നമ്മുടെ അച്ചൻകോവിൽ യാത്രയിൽ ഒരു ചേട്ടനെ കണ്ടുമുട്ടി. ആ ചേട്ടൻ പറയുന്നത് ചേട്ടന് പകരം വേറൊരാളെ കുഴിച്ചിട്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. നമസ്കാരം. അത് നിലയ്ക്ക് വാർക്കിന് ഇപ്പുറം ആ അവിടെ ഒരു ഹോട്ടലേ ഉള്ളൂ, ആ ആ നീളമുള്ള ഹോട്ടലാ. ആ അതിന്റെ ഫ്രണ്ടിൽ ഇടത്തെ സൈഡിന് ഇങ്ങനെ ചത്തി കിടന്ന്. ആ അപ്പൊ അവിടെ അട്ടത്തോട്ടിലുള്ള ഒരാള് പറഞ്ഞ് മൂപ്പര് ഏത്തക്കപ്പഴം തിന്നോണ്ട് പോകുന്ന ഞാൻ കണ്ട്. അപ്പൊ മക്കളെ അറിയിപ്പിച്ചപ്പം മുഖമൊക്കെ ഉറുമ്പൊക്കെ അരിച്ചങ്ങ് പോയി, മുഖമൊന്നും അറിയത്തില്ല. അപ്പൊ അവര് നോക്കിയപ്പോ എന്നെ പോലെയൊക്കെ തന്നെ നഖവും കാലും ഒക്കെ. പിള്ളേർ പറഞ്ഞു ഇത് എന്നെ അച്ഛൻ. അപ്പോൾ ഈ അവിടുത്തെ പറഞ്ഞ് മൂപ്പരൊക്കെ ഞങ്ങൾ കണ്ടതാ. അപ്പോൾ ഞാൻ കാട്ടാത്തി കോളനിയിലിരിക്കുക, നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരുക. അപ്പോൾ സാറന്മാരൊക്കെ കണ്ട് പറഞ്ഞു ഇത് ആ ആള്. ഇനി ആരെങ്കിലും ചട്ടം എന്നായിരുന്നു സംഭവം? കഴിഞ്ഞ സീസണില്ല, കഴിഞ്ഞ ഒരു വർഷമായി. ഇപ്പൊ ആവും ശബരിമല സീസണില് നിലയ്ക്കല് വെച്ചില്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇപ്പം ഇവിടെ മോളുണ്ട്. എന്ത് ജോലി എന്തു ഇപ്പൊ? മോള് അവിടെ കോളനിയിലിരിക്കും. ചേട്ടൻ എന്തോ കാട്ടിൽ പോയി തേനൊക്കെ എടുക്കും? കുന്തിരിക്കാൻ തന്നെ വരും. കുന്തിരിക്കാൻ തേനും. ഇപ്പൊ എവിടെ പോയിട്ട് വന്നതായിരുന്നു? ഞാൻ ഇപ്പൊ അങ്ങനൊക്കെ വരുവാ. ഇന്നൊന്നും കിട്ടിയില്ലയോ? ഇല്ല, കാട്ടിൽ പോയി കുന്തിരിക്കും തേനൊക്കെ എടുത്തോണ്ട് വരുന്ന ജോലി അല്ലയോ? 15 രൂപ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് കടയിൽ വന്നപ്പം പറഞ്ഞു ചായ മേടിക്കാൻ. ഞാൻ പറഞ്ഞു വണ്ടി വരുമ്പോ അതിൽ കയറി പോവാം. അപ്പൊ അവര് 15 രൂപ. ഇപ്പൊ 30 രൂപ എന്റെ ഇരിക്കും. 30 രൂപയേ ഉള്ളൂ. ഒന്നും കഴിച്ചില്ലേ? ഒന്നും കഴിച്ചില്ല. വിശന്ന് പോവാ. രാവിലെ വെള്ളവും കുടിച്ചില്ല? ചായ കുടിച്ചായിരുന്നു. ഇവിടെ നിന്ന് ഇപ്പൊ എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ വരെ നടന്നു പോവാൻ? അയ്യോ, അത്രയും നടക്കുവോ? അയ്യോ, വെള്ളം കോരാൻ കുപ്പി എടുത്ത് വെച്ചേ. നല്ലയോ? അപ്പൊ ചേട്ടന് പകരം ഒരാളെ അടക്കിയായിരുന്നു അല്ലയോ? ഭയങ്കര ഒരു സംഭവമായി പോയി. അതെങ്ങനെ കണ്ടുപിടിച്ചേ? ചത്ത് കിടന്നപ്പോ ആളുകൾ കണ്ട് റോഡ് സൈഡിനില്ലേ ആന അടിച്ച്. എന്നാ പറയുന്ന ആന അടിച്ചപ്പോ കണ്ടവര് അതുണ്ടെന്ന് അറിയാം. ഈ റൂട്ടില് ആനയൊക്കെ ഇറങ്ങുന്ന റൂട്ടാണോ? ഇറങ്ങുന്ന റൂട്ടാ? ചില സമയത്ത് ഇറങ്ങും, ചില സമയത്ത് ഇറങ്ങും. ആന ഇല്ല, ഇപ്പൊന്നുമില്ല. ആനയെല്ലാം ഉള്ളിനാട് അക്കര, കല്ലേലി ചക്കര ആറ്റിനക്കര ആയിപ്പോയി. ആണല്ലയോ? ആന ഇറങ്ങി ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ടോ? ഓടിച്ചിട്ടുണ്ടോ? ഈ കത്തര അമ്പലത്തിന്റെ അവിടെ കഴിഞ്ഞ 2 കൊല്ലത്തിന് മുമ്പ് ഒരു പട്ടന ആന അടിച്ചു വന്നു. ചേട്ടൻ എത്ര വയസ്സുണ്ട്? 80 വയസ്സായി. 80 വയസ്സായി. ഈ ഇത്രയും നാളായിട്ട് ഈ കാട്ടിലാ താമസം? ഞാൻ കാട്ടിലേ പോകും. നാട്ടിലായാലേ കാട്ടിൽ പോകും. ഞാൻ ഒറ്റയ്ക്കേ പോവുള്ളൂ. പേടിയില്ലയോ? പേടിയില്ലയോ? ആനയൊന്നും ചെയ്തില്ല. അത് പോവും. ഞാൻ എന്റെ കയ്യിൽ ഞാനും പോവും. ആണല്ലയോ? സാധാരണ ഒറ്റയ്ക്ക് പോകാനൊക്കെ പേടി. ആനയും പാമ്പും സിംഹവും കടുവവും പുലിയും ഇന്ന് വേണ്ട പന്നി ഇതെല്ലാം ഉണ്ടല്ലോ. ഈ കാട്ടിൽ പുലിയെ കണ്ടിട്ടുണ്ടോ? അടുത്ത് കണ്ടിട്ടുണ്ട്, പുലിയും കടുവയും അടുത്ത് കണ്ടിട്ടുണ്ടോ? പിന്നെ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? അതാ അവരവരുടെ പാട്ടിന് പോകും. നമ്മൾ അവരെ ദ്രോഹിക്കാതിരുന്നാൽ മതി അല്ലേ? കാടിന്റെ മക്കളെ അതൊന്നും ചെയ്യത്തില്ല. പുറത്തുനിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ പിടിക്കും. തലേ തേക്കാനുള്ള എണ്ണയോ? അതിലിട്ട് കഞ്ഞി വെച്ചോളൂ. ഇതിനകത്ത് എന്താ എണ്ണയും? നിങ്ങൾക്ക് താന്തി ഇരിക്കുന്നു നോറ്റ്. ഇത് സാധനങ്ങൾ ഇങ്ങനെ ചിമ്മിക്കൊണ്ട് നടക്കുന്നു അല്ലേ? കോയിലയും ഞങ്ങൾ വിചാരിച്ചിനകത്ത് തേനോ മറ്റേ കുന്തിരിക്കോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നു വിചാരിച്ചു.